السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. قل لا يعلم من في السماوات والأرض الغيب إلا الله وما يشعرون أيان يبعثون. ذهب الرجال المقتدى بفعالهم والمنكرون لكل أمر منكر وبقيت في خلف يزكي بعضهم بعضا ليدفع معبر عن معبري. أبني إن من الرجال بهيمة في صورة الرجل السميع المبصر فطن بكل مصيبة في ماله وإذا أصيب بدينه لم يشعر. فسل الفقيه تكن فقيا مثله من يسعى في علم بلب يظفري. ആദരണീയരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, ഈ മഹത്തായ വിജ്ഞാന സദസ്സിൽ വന്നു ചേർന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നല്ലവരായ ശ്രോതാക്കളെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ ഈ 8ാം പ്രഭാഷണ പരിപാടിയുടെ 2ാമത്തെ ദിവസമാണ് ഇന്ന്. ഇന്നലെ പല വിഷയങ്ങളും നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ച് സഹായം ചോദിക്കുകയും അവിടുത്തോട് വിളിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്യൽ വളരെയേറെ പുണ്യമുള്ളതും ലോകത്ത് സർവ്വ ഇമാമിയങ്ങളും ചെയ്തതും പരിശുദ്ധ ഖുർആനും ഹദീസുമൊക്കെ കൽപ്പിക്കുന്നതുമാണ് എന്ന ഇസ്ലാമിക പ്രമാണങ്ങളിൽ സ്ഥിരപ്പെടാത്ത ആശയത്തെ ഖണ്ഡിച്ചുകൊണ്ടുള്ള മുഖ്യമായ സംസാരമാണ് ഇന്നലെ അല്ലാഹുവിൻ്റെ തൗഫീഖോടുകൂടി
പറയുകയും നിങ്ങളെല്ലാവരും ശ്രവിക്കുകയും ചെയ്തത്. ഏത് സന്ദർഭത്തിലും നമ്മുടെ നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന സത്യത്തിൻ്റെ വഴിത്താരയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ട് ആ മാർഗത്തിന് വേണ്ടി ധാരാളം ഖിദ്മത്ത് ചെയ്തുകൊണ്ട് അതേ നിലയിൽ തന്നെ ഈ ലോകത്തോട് വിട പറഞ്ഞ് മഹാനായ ഹബീബ്ന സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ചാരത്തടയാൻ സ്വർഗത്തിലെത്താൻ അർഹമുർ-റാഹിമീനായ നാഥൻ നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള മഹബ്ബത്ത്, അവിടുത്തോടുള്ള സ്നേഹം, അത് നമ്മുടെ ഹൃദയത്തിൽ വളരെ രൂഢമൂലമായി നിലനിൽക്കേണ്ടത് അല്ലാഹുവിനോടുള്ള മഹബ്ബത്തിൻ്റെ പൂർത്തീകരണത്തിന് അത്യാവശ്യമാണ്. അല്ലാഹുവിനെ നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ നിങ്ങൾ പിന്തുടരണേ എന്ന് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തോട് പഠിപ്പിക്കാൻ അല്ലാഹു തആല നിർദ്ദേശിച്ചതനുസരിച്ച് പഠിപ്പിച്ചിട്ടുള്ളതാണ്. ആ സ്നേഹം, അതുപോലെ തന്നെ ആ ഇത്തിബാൾ, അതിൽ കറയില്ലാതെ കലർപ്പില്ലാതെ കൂട്ടിച്ചേർക്കലുകളില്ലാത്ത നിലക്കുള്ള കാര്യങ്ങളെ മഹബ്ബത്തിൻ്റെ പേരിലും പാടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള മഹബ്ബത്താണെന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത ഏതെങ്കിലും കാര്യങ്ങൾ പറയുകയോ ചെയ്യുക എന്നത് ഇസ്ലാമികമായി ഒരിക്കലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമല്ല, പാടുള്ളതുമല്ല എന്ന് നമുക്കേവർക്കും അറിയാവുന്ന വസ്തുതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പേരിൽ അവിടുന്ന് പഠിപ്പിക്കാത്തത് പറയൽ, അവിടുത്തെ പേരിൽ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതകാലത്ത് തന്നെ അവിടുന്ന് വിരോധിച്ച നിലക്കുള്ള അമിത പ്രശംസ നടത്തൽ, അമിതമായ നിലക്കുള്ള വർണ്ണനകൾ നിർവഹിക്കൽ, എല്ലാം സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ ഗൗരവത്തോടുകൂടി അത് പരിശോധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിരിക്കേണ്ടതാണ്. ഇവിടെ പലരും പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് മുജാഹിദുകൾ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള മഹബ്ബത്തില്ലാത്തവരാണ്. അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കേവലം സാധാരണക്കാരിൽ സാധാരണക്കാരനാണ്. യാതൊരു നിലക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പ്രത്യേകതകളെ, ശ്രേഷ്ഠതകളെ അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറില്ലാത്ത വിഭാഗമാണ് മുജാഹിദുകളെന്നും അതുകൊണ്ടവർ ഇസ്ലാമികമായ പാതയിൽ നിന്ന് തെറിച്ചു പോയവരാണെന്നുമുള്ള ആരോപണം നിലനിൽക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചയിടത്ത് നിൽക്കലാണ് അവിടുത്തോടുള്ള മഹബ്ബത്ത്. ഏത് കാര്യത്തിലും അവിടുന്ന് എന്താണോ പറഞ്ഞത് അതേ രീതിയിൽ തന്നെ നിലനിൽക്കലാണ് അവിടുത്തോടുള്ള മഹബ്ബത്തിന്റെ മുഖ്യഭാഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് അരുതാത്തത് പറഞ്ഞ ചില സന്ദർഭങ്ങൾ പ്രവാചക ജീവിതത്തിൽ തന്നെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരത്തിലുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ മുളയിലെ അത് നുള്ളിക്കളഞ്ഞ് തിരുത്തി കൊടുക്കുന്ന ഏറ്റവും വലിയ വിനീതനായ നേതാവായിരുന്നു എന്ന് പലവരും ഈ വേദിയിൽ വെച്ചും പല സന്ദർഭങ്ങളിൽ വെച്ചും എൻ്റെ മാന്യരായ ശ്രോതാക്കൾ ഗ്രഹിച്ചിട്ടുള്ള വസ്തുതയാണ്. പക്ഷേ ഇന്ന് ആളുകൾ അവിടുന്ന് പഠിപ്പിക്കാത്തത് പലതും പറഞ്ഞുകൊണ്ടാണ് അവിടുത്തോടുള്ള മഹബ്ബത്ത് എന്ന നിലക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സംസാരിച്ചിട്ടുള്ള മുസ്ലിയാരും മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് അവിടുന്ന് പഠിപ്പിച്ചിട്ടില്ലാത്ത കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് അവിടുന്ന് ദാ ഖബറിൽ കിടന്നുകൊണ്ട് ഉമ്മത്തിനെ നിയന്ത്രിക്കുന്ന നേതാവാണ്.
ഖബറിൽ കിടന്നുകൊണ്ട് ഉമ്മത്തിനെ നിയന്ത്രിക്കുന്ന, സമുദായത്തെ നിയന്ത്രിക്കുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്നിവിടെ വളരെ പച്ചയായി പറഞ്ഞിട്ടുണ്ട്.